ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പ്രത്യേകിച്ചുള്ള പരിപാടികളല്ല. ഓക്കെ, ഞാനൊരു സംഭവം ചെയ്യാൻ പോവാ. അതൊരു വലിയ കഥയാണെങ്കിലും ഞാനത് ഷോർട്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിക്കോസ് യു നോ, നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞാലല്ലേ ആൾക്കാർ കേൾക്കുള്ളൂ. നമ്മുടെ കഥ പാരായണം, പാരായണം അല്ലല്ലോ, എന്താണ് രാമായണം അല്ല, വേറെന്തോ നമ്മൾ പറയില്ല, എന്തോ സാധനങ്ങള്. ഇവിടെ എന്റെ റൂംമേറ്റ് ഉണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ മുടിയൊക്കെ ഊരിയിട്ടിരുന്നു ഇങ്ങനെ. ഞാൻ മുടിയൊക്കെ ഊരിട്ട്, ഞാൻ ഈ ലൈറ്റ് ഉണക്കാൻ പോയപ്പോ മുടിയൊക്കെ ഊരിട്ട് ഇരിക്കും. ഞാൻ എന്താ വീഡിയോ എടുക്കാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു മാസം 1.5 മാസമായിട്ട് ഞാൻ ഭയങ്കര ഉഴപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺസിസ്റ്റന്റ് ആയി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. ലൈക്ക് വർക്കൗട്ടും ഡയറ്റൊക്കെ മര്യാദയ്ക്ക് നോക്കുന്ന ഒരാളായിരുന്നു. അപ്പം പക്ഷെ ഒരു 1.5 മാസമായിട്ട് ഞാൻ ഭയങ്കര ഉഴപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലിട്ട് 2 അടി തരാൻ തോന്നും. ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ അമ്മ എന്നോട് പറയും, തിരിച്ചു പോകുമ്പോൾ ചിന്നു ഇനി മര്യാദയ്ക്ക്. ഓക്കെ, ഞാൻ പറയും യെസ് മമ്മി മര്യാദയ്ക്ക് പറഞ്ഞാൽ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ലഞ്ചിന് ഞാൻ പോയിട്ട് എന്തെങ്കിലും ഫുഡ് നന്നായിട്ട് കഴിക്കും, തീർന്നു. എപ്പോഴും ഇങ്ങനെയാ, എല്ലാം കത്ത് പോകുക. അപ്പൊ നാട്ടിൽ പോകുമ്പോൾ ഞാൻ നല്ല കുട്ടിയാണ്, തിരിച്ചു വരുമ്പോൾ പിന്നെ ഇങ്ങനെയാവും. അങ്ങനെയാട്ടോ മിക്ക സമയത്തും. അപ്പൊ ഞാൻ ഓർത്തു, നമ്മുടെ ചാനലിൽ ഒരു 30 days ഫിറ്റ്നസ് ചാലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അത് ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നു, ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഓർത്തു, ഓക്കെ വൈ നോട്ട് അഗൈൻ നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ലൈഫ് അപ്ഡേറ്റ്. ബിക്കോസ് അതെനിക്ക് എൻ്റെ ലൈഫിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കൗട്ട് എന്ന് പറയുന്നത്. കാരണം ഞാൻ നിങ്ങളോട് മറ്റേ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടല്ലോ, ദി അതർ സൈഡ് എന്ന് പറയുന്ന സ്റ്റോറി. അതിൽ കുറച്ചുകൂടെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ പതുക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആൻഡ് വെരി കോൺഫിഡൻസ് ഒക്കെ തരുന്നൊരു സംഭവമാണ്. അപ്പം അതങ്ങനെ നമ്മൾ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. കാരണം വർക്കൗട്ട് മാത്രമല്ല, നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഘടകങ്ങളാണ് വർക്കൗട്ട് ആൻഡ് ഫുഡ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും 1.5 മാസം ഉഴപ്പിയിട്ടാണ് ഞാൻ ഈ ഡയലോഗ് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് സത്യാവസ്ഥ അറിയാം, ഇതാണ് കാര്യം എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ചില സമയത്ത് വീൽ ഫോൾ അപ്പാർട്ട്. അതുപോലെ തന്നെ അപ്പം ഐ വാസ് നോട്ട് ഫീലിംഗ് വെരി വെൽ. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ കുറച്ച് ലെറ്റ് ലൂസ് ചെയ്യാം എന്ന് ഓർത്തു. പക്ഷെ കുറച്ചധികം ലെറ്റ് ലൂസ് ആയി. അപ്പം നമ്മളത് അങ്ങ് നിർത്തുവാണ്, നമ്മളങ്ങ് ടൈറ്റൻ ചെയ്യുവാണ്. അപ്പം ഗൈസ്, വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഫിറ്റ്നസ് ടുമോറോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസമായി ജിമ്മിൽ പൈസ കൊടുത്തിട്ട്? ഇവളുടെ കാര്യം നോക്കണ്ട. ഇവള് ജിമ്മിൽ പൈസ കൊടുത്തിട്ട് ഇവള് നാട്ടിൽ പോയി. അപ്പൊ ഇവിടെ ട്രെയിനർ വിളിച്ചു, മോളെ എന്തിനാ ഇവിടെ, എന്താ വരാത്തേ എന്നൊക്കെ പറഞ്ഞു. സാർ ഞാൻ നാട്ടില്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ എന്റെ കാര്യത്തില് ഞാൻ നാളെയാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്രെയിനർ ആയിരുന്നു എന്റെ. അപ്പൊ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാന്ന് ഓർത്തു. അപ്പം എന്റെ മോട്ടിവേഷണൽ ഗൈസ്, നോട്ട് റിയലി, എന്റെ മോട്ടിവേഷൻ എന്റെ വർക്ക്ഔട്ട് കണ്ടിട്ട് വേണ്ട, നിന്റെ വർക്ക്ഔട്ട് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഓർത്തു, വൈ നോട്ട് ഗൈസ്, നമ്മൾ നാളെ തൊട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങണം. അപ്പം ഞാൻ പൊതുവെ വൈകുന്നേരം ജിമ്മിൽ പോകാറുള്ളൂ കേട്ടോ. പക്ഷെ വൈകുന്നേരം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ദിവസം മൊത്തം ഒരു തിരക്ക് പിടിച്ച പോലെ തോന്നും. അപ്പൊ ഞാൻ ഓർത്ത് രാവിലെ ജിമ്മിൽ പോകാൻ ട്രൈ ചെയ്യാം. ഇതൊക്കെ എന്റെ ട്രയൽ ആൻഡ് എററാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയണത്. അപ്പം ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. എനിക്ക് രാവിലെ നല്ല പോലെ കൂർക്കം വലിക്കാറില്ല ഞാൻ. പക്ഷെ എന്നാലും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങിപ്പോണം. പക്ഷെ നമ്മൾ ജിമ്മിൽ പോകാൻ തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 2 പേരും കൂടെ തീരുമാനിച്ചു രാവിലെ പോകാന്നുള്ളത്. നാളെയാണല്ലോ ദിവസം, നാളെ രാവിലെ എണീറ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരും. കാരണം ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്തായാലും. അപ്പൊ നാളെ പോയിട്ട് വേണം അതൊക്കെ ചെക്ക് ചെയ്ത് ബോഡി ടെസ്റ്റ് ഒക്കെ ചെയ്ത്. ബാക്കിൽ ഡ്രില്ലിംഗ് ആണ്. സൺഡേ രാവിലെ 6 മണിക്ക് തുടങ്ങും കേട്ടോ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെ വിട്. അപ്പം ഒരാഴ്ചത്തെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ വീക്കിൽ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ലൈക്ക് പ്രോഗ്രസ് ഉണ്ടോ, പ്രോഗ്രസ് ഇല്ലേ, പിന്നെ ഞാൻ ഫോളോ പാർട്ട് ചെയ്യില്ല, കത്ത. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ ആണെങ്കിൽ ഇവളെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ, കണ്ടാ തോന്നുന്നു ചോരയിലൊക്കെ എഴുതി വെച്ച് അങ്ങ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ അവൾ എഴുതിയേക്കുന്നത് ബേസിക്കലി സം തിങ്സ് ആർ വർത്ത് എ നോ, സം തിങ്സ് യു നീഡ് നോട്ട് ഡു. മോങ്ങാante ഇത് എഴുതിയിട്ടിരിക്കുന്ന ആളുടെ മുഖം ഒന്ന് കാണട്ടെ. എന്റെ പിന്നെ ഒന്നും പറയാനില്ല. എന്റെ പിന്നെ യു ക്യാൻ ഡു ഇറ്റ്, ലൈഫ് ഇസ് നോട്ട് റണ്ണിങ്. അതെ, ലൈഫ് ഇസ് നോട്ട് റണ്ണിങ്, ലൈഫ് ഡേ ബൈ ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ആൻഡ് ഇവിടെ ഡേ 1 2 3 4 5 to 30 ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം
പിന്നെയാണെങ്കിൽ ഞാൻ പറയാൻ മറന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബറിൽ. നിങ്ങൾക്ക് എന്നെ വിഷ് ചെയ്യണം, അത് പറയാനല്ല ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്നെ എന്തായാലും വിഷ് ചെയ്യണം, എനിക്ക് സങ്കടമാവില്ലെങ്കിൽ. ഇപ്പം ഏപ്രിൽ 1st ബർത്ത്ഡേ. എന്തൊരു വൃത്തികെട്ട ചളിയാണോ കർത്താവേ, അവളുടെ മോന്തകെട്ടൊന്നും പൊട്ടിച്ചാലോ എന്നൊക്കെ. അപ്പോൾ ഡിസംബർ 21 എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ടാവും മിക്കവാറും ആ സമയത്ത്. അപ്പം ആ ട്രിപ്പിന്റെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് എനിക്കൊരു ബോഡി ഗോൾ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഗോളല്ല, ഇത്ര വെയിറ്റിനെക്കാട്ടും ഫാറ്റ് ലോസ് ആണ് മെയിനായിട്ടും ആലോചിക്കുന്നത്. അപ്പൊ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മൾ 2 മാസത്തെ എവിടെ എടുക്കട്ടെ 2 മാസത്തെ 2 മാസത്തെ കഠിന പ്രയത്നം. ഗ്രാഫിക്സ് ആണ് guys. ഞാൻ ചെയ്യുന്നതല്ല. ഡംബിൾസ് അല്ല. എന്റെ ഇവിടെ ഡംബിൾസ് ഒക്കെ ഉണ്ട്. എന്റെ ഇവിടെ ഈ പേരുണ്ട്, വേറെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർക്ക് എടുത്തു തരാൻ പറഞ്ഞു. ക്യാമറ എന്താ ചെരിഞ്ഞിരിക്കുന്നേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ അതാണ് എന്റെ ഇമ്പോർട്ടന്റ് ലൈഫ് അപ്ഡേറ്റ്. ഞാൻ ഉഴപ്പൊക്കെ നിർത്തി, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഉഴപ്പൊക്കെ നിർത്തിയിട്ട് ഞാൻ നല്ല പാതയിലൂടെ സഞ്ചരിക്കാൻ പോവാണ്. ഈ വീഡിയോ ഇടുമ്പോഴെങ്കിലും എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ വരണം. അതാണ് എന്റെ ഇത്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? പിന്നെന്താ, എന്തേലും പറയാനുണ്ടോ മാഡത്തിന്? ഒന്നും പറയാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്. അപ്പൊ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പിന്നെയും ഇതായിട്ട് വരുന്നതായിരിക്കും. വെയിറ്റ് കുറഞ്ഞില്ലേ, വണ്ണം കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ബൈ.